കഴിഞ്ഞ ഒരാഴ്ച എന്നുള്ളത് വളരെ ഇവൻറ്റ്ഫുള്ളായിരുന്നു, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ. സോ കുവൈറ്റിലും ഖത്താറിലും ബഹ്റൈനിലുമൊക്കെ വളരെ വലിയ പ്രതീതിയായിരുന്നു. നമുക്കറിയാം മിഡിൽ ഈസ്റ്റിൽ നടന്ന ചില കോൺഫ്ലിക്ട്സും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും. സോ ഈ ഒരു സമയത്ത് ഒരു പ്രത്യേക സിറ്റുവേഷനിലേക്ക് എത്തി. അതായത് ന്യൂസ് ത്രൂ TV കാണാനുള്ള ഒരു അവസരം ലഭിച്ചു എന്നുള്ളതാണ്. സോ ഇങ്ങനെ ന്യൂസ് നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന പരസ്യങ്ങൾ അത് വളരെ ഇൻസൈറ്റ്ഫുള്ളായിരുന്നു. അതായത് ഏകദേശം 80% പരസ്യങ്ങളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയാണ്. അതോടൊപ്പം അവർ നൽകുന്ന പല രീതിയിലുള്ള കോഴ്സുകളാണ്. പല രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പല വിധത്തിലുള്ള കോഴ്സുകൾ മാറി മാറി മാർക്കറ്റ് ചെയ്യപ്പെടുകയാണ്. അവസാനമായി ഞാൻ ടെലിവിഷൻ കണ്ട സമയത്ത് ഇതുപോലെ അഗ്രസീവായി മാർക്കറ്റ് ചെയ്തിരുന്ന പ്രൊഡക്റ്റ് എന്നുള്ളത് ജ്വല്ലറി ആയിരുന്നു. സോ ആഭരണങ്ങളും ഗോൾഡുമായി ബന്ധപ്പെട്ട് ഡയമണ്ട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഇത്ര അഗ്രസീവായിട്ട് അഡ്വർടൈസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് ഈ ജ്വല്ലറി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രൊഡക്ട്സ് ഒഴിവാക്കിയിട്ട് ഇതുപോലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രൊമോഷനാണ്. സോ തീർച്ചയായിട്ടും നമുക്കറിയാം സ്വർണവുമായി ബന്ധപ്പെട്ട് സിറ്റുവേഷൻ അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് യുദ്ധം നടക്കുന്ന ലോകത്ത് അസ്ഥിരത, അൺസർട്ടനിറ്റി വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന മെയിൻ ഏരിയ എന്നുള്ളത് ഗോൾഡാണ്, സ്വർണ്ണമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വില കുതിച്ചുയരും. അതുപോലെ തന്നെയാണ് ഓയിലും. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത് സാധാരണക്കാർക്ക് അഫോർഡബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതിനങ്ങനെ അഗ്രസീവായി മാർക്കറ്റ് ചെയ്യുന്ന ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. സോ അതാണ് ജ്വല്ലറി ഇങ്ങനെ അഗ്രസീവായി അഡ്വർടൈസ്മെൻറ്റിൽ മറ്റും ടെലിവിഷനുകളിൽ ഇപ്പോൾ കാണപ്പെടാത്തത്. പക്ഷേ അതിൻ്റെ സ്ഥാനം എടുത്തിരിക്കുന്നത് ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്, പ്രൈവറ്റ് കോച്ചിങ് സെൻറ്റേഴ്സാണ്. അങ്ങനെ പല കാര്യങ്ങളാണ് വിദ്യാഭ്യാസപരമായിട്ട് സ്കിൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട്. സോ കൂടുതൽ ചിന്തിച്ചപ്പോൾ എനിക്ക് ചില പാരലൽസ് ഓർമ്മ വന്നു, അല്ലെങ്കിൽ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ എന്നുള്ളതാണ്. സ്വർണവും ഗോൾഡ്, അതും മറ്റേത് എഡ്യൂക്കേഷൻ കോഴ്സുകളും. ആദ്യം നമുക്ക് സ്വർണത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് ഈ ഗോൾഡ് എന്നുള്ളത്. വെസ്റ്റേണേഴ്സ് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെൻ്റാണ് ചെയ്യാറ്. അതായത് അതിലേക്ക് കാശ് ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ മൂല്യം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ലാഭം കൊയ്യുകയാണ് വെസ്റ്റേണേഴ്സ് എസ്പെഷ്യലി ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഗോൾഡ് ആസച്ച് വാങ്ങിച്ച് വെക്കും, കല്യാണത്തിനും മറ്റും ഉപയോഗിക്കും, ബാക്കിയുള്ള വിശേഷ അവസരങ്ങളിൽ പണയം വെക്കാനും വിൽക്കാനുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടിയാണ് സ്വർണം എന്നുള്ളത്. സോ ഏതായിരുന്നാലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മോഡാണ്. സോ ഈ ഗോൾഡിന് പല പ്രത്യേകതകളുണ്ട്. ഒന്ന്, അതിൻ്റെ മൂല്യമാണ്. വലിയ മൂല്യത്തകർച്ച വരില്ല എന്ന ഒരു വിശ്വാസമുണ്ട്. അതോടൊപ്പം പെണ്ണിന് പൊന്ന് എപ്പോഴും ഒരു ഒരു ബ്യൂട്ടിയാണ് എന്ന രീതിയിലാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. സോ അങ്ങനെയുള്ള ഒരു സോഫ്റ്റ് കോർണറും സ്ത്രീകളുടെ ഭാഗത്തു നിന്നും സ്ത്രീകളെ സ്നേഹിക്കുന്ന പുരുഷന്മാരുടെ ഭാഗങ്ങളിൽ നിന്നും വരാറുണ്ട്. സോ അങ്ങനെ ഗോൾഡിനൊരു സോഫ്റ്റ് കോർണറുണ്ട് ഫ്രം അവർ സൈഡ്. സോ ബേസിക്കലി ഗോൾഡ് ഈസ് ഫോർ ബ്യൂട്ടി, ഫോർ വാല്യൂ, ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി നമുക്ക് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ്. ഇന്ന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അവർ നൽകുന്ന കോഴ്സുകൾക്കും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കോഴ്സിലേക്ക് നമ്മുടെ കുട്ടികളെ ചേർത്താൽ, അഡ്മിഷൻ എടുത്ത് കൊടുത്താൽ, പിന്നീട് അവർ ആ കോഴ്സിൽ കൂടി കാര്യങ്ങൾ പഠിച്ച് ദേ വിൽ ബിക്കം വാല്യുബിൾ, എംപ്ലോയബിൾ ആകും എന്ന ഒരു വിശ്വാസമാണ്. സോ ഒരു ഭാഗത്ത് സ്വർണം, ഗോൾഡ് ഉണ്ടായിരുന്നു. അതിൻ്റെയും ഒബ്ജക്റ്റീവ് എന്നുള്ളത് വാല്യൂ ആയിരുന്നു. ഇന്ന് നമ്മുടെ കുട്ടികളെ ഒരു കോഴ്സിലേക്ക് ചേർക്കുമ്പോൾ ഇവിടെയും നാം ലക്ഷ്യം വെക്കുന്നത് വാല്യൂ തന്നെയാണ് നമ്മുടെ കുട്ടികളിൽ കൂടി. സോ ഇവർ പഠിച്ച് കോഴ്സൊക്കെ ചെയ്ത് സ്കില്ലൊക്കെ അക്വയർ ചെയ്ത് അവരുടെ ജോലിയിലേക്ക് കയറി പിന്നീട് മുകളിലോട്ട് പോകുന്നു. കരിയർ ലാഡർ ക്ലൈംബ് ചെയ്ത് നെക്സ്റ്റ് ഫേസിലേക്ക് പോകുന്നു. അങ്ങനെ അവർക്ക് നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നു, നല്ല സാലറി ലഭിക്കുന്നു, നല്ല ലൈഫ് സ്റ്റൈൽ അവർക്ക് ലഭിക്കും എന്നൊക്കെയുള്ള വിശ്വാസമാണ്. അങ്ങനെ കാശ് അവർക്ക് ലഭിക്കുമ്പോൾ അവർ
മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ളവർക്കും പല രീതിയിലുള്ള ഉപകാരം നൽകും. അങ്ങനെ മൊത്തം ഒരു കുട്ടി രക്ഷപ്പെടുമ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും രക്ഷപ്പെടുന്നു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇമ്മീഡിയറ്റ് ഫാമിലി, ഫാദർ, സിബ്ലിങ്സ്, അവർക്കൊക്കെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ലഭിക്കും എന്ന വിശ്വാസമാണ്. സോ വളരെ നല്ല കാര്യമാണ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആ ഒരു കപ്പാസിറ്റി ഉണ്ട്, ക്യാപ്പബിലിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും കോഴ്സ് നല്ലതാണെങ്കിൽ, ആ കോഴ്സ് പഠിച്ചതിന് ശേഷം നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ഇതിനൊരു അതർ സൈഡ് കൂടിയുണ്ട്. സോ നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചിരുന്നു, എനിക്കൊരു എഡ്യൂക്കേഷൻ ചാനൽ കൂടിയുണ്ട്. അവിടെയും പല കോഴ്സുകളെക്കുറിച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാറുണ്ട്. സോ അതിൻ്റെ താഴെ വരുന്ന ഒരു വൺ ഓഫ് ദ കോമൺ ക്വസ്റ്റ്യനാണ്, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് വെക്കും, എന്നിട്ട് ചോദിക്കും ഇവർ നൽകുന്ന കോഴ്സ് വാല്യുബിൾ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ പേഴ്സണലായിട്ടും പല ക്വസ്റ്റ്യൻസും വരും. പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി, ഹാൻഡിൽസ് വഴി, വാട്സാപ്പ് വഴി, ഇൻസ്റ്റാഗ്രാം വഴി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്, അവർ നൽകുന്ന കോഴ്സിൻ്റെ പേര്, ഇത് വാല്യുബിൾ ആണോ എന്നുള്ളത്. സോ ഞാൻ പൊതുവേ ചെയ്യാറ് ഈ ചോദിക്കുന്ന ആൾക്കാരോട്, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ കോഴ്സ് ചെയ്യുന്നത് അവരെ അപ്രോച്ച് ചെയ്യുക, അവരോട് ചോദിക്കുക ഈ ഒരു കോഴ്സ് വാല്യുബിൾ ആണോ. സോ പല കൂട്ടുകാരും അങ്ങനെ തിരിച്ചു പോയി അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് ചോദിച്ചു. ഒബ്വിയസ്ലി ദേ വിൽ ടെൽ വാല്യുബിൾ ആണ്, മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. പക്ഷേ വീണ്ടും അവർ തിരിച്ചു വരുമ്പോൾ ഞാൻ പറയും, ഓക്കെ, വാല്യുബിൾ ആണെങ്കിൽ എങ്ങനെയാണ് വാല്യുബിൾ ആകുന്നത്? നമുക്ക് ആ ഒരു ഉദാഹരണം എടുക്കാം. ഗോൾഡ് വാല്യുബിൾ ആണ്, അതിന് 916 സർട്ടിഫിക്കേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ പ്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് 22 ക്യാരറ്റ്, 24 ക്യാരറ്റ്, 18 ക്യാരറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിനൊരു വാല്യൂ വെക്കാം. പക്ഷേ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൽകുന്ന ഈ രീതിയിലുള്ള കോഴ്സുകൾക്ക് എങ്ങനെയാണ് വാല്യൂ കൊടുക്കാൻ പറ്റുന്നത്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾ നൽകുന്ന കോഴ്സ് വാല്യുബിൾ ആണ് എന്ന് പറഞ്ഞാൽ അത് വാല്യൂ ആകില്ല. സോ അവരോട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പറയും, ഓക്കെ, ഏതൊക്കെ രീതിയിലുള്ള സർട്ടിഫിക്കേഷൻ അപ്രൂവൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കേഷനെ ആരൊക്കെയാണ് എൻഡോഴ്സ് ചെയ്യുന്നത് എന്ന് ചോദിക്കും. അതായത് ഒരു കോഴ്സ് ചെയ്യുമ്പോൾ അതിന് ഏതൊക്കെ ഒഫീഷ്യൽ ബോഡീസിൻ്റെ അപ്രൂവൽ ഉണ്ട്. ഉദാഹരണത്തിന് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് NSTCയുടെ അപ്രൂവൽ ഉണ്ടാകാം. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ TUV ഉണ്ടാകാം. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഏത് ഫീൽഡിലുള്ള ടെക്നിക്കൽ എഡ്യൂക്കേഷനാണോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബോഡീസിൻ്റെ അപ്രൂവൽ ഉണ്ടാകാം. ഉദാഹരണത്തിന് CA പോലുള്ള കോഴ്സുകൾക്ക് ICAയുടെ ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. അങ്ങനെ ഒരു പ്രത്യേക ബോഡി എൻഡോഴ്സ് ചെയ്യുന്ന കോഴ്സുകളുണ്ടാകാം. സോ അത് ചോദിക്കുമ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അറിയാത്തത് കൊണ്ടോ അറിഞ്ഞതായി ഭാവിക്കാത്തത് കൊണ്ടോ അവർ അത് ആ ഒരു ക്വസ്റ്റിനെ എൻ്റർടൈൻ ചെയ്യില്ല. അപ്പോൾ വീണ്ടും ഇവർ തിരിച്ച് എൻ്റെ അടുത്ത് വരുമ്പോൾ വീണ്ടും ഞാൻ ചോദിക്കും, ഓക്കെ, അറ്റ്ലീസ്റ്റ് യു ഷെയർ യുവർ സർട്ടിഫിക്കറ്റ്. ആ കോഴ്സ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ നൽകുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി, ഒരു ഡമ്മി കോപ്പി അറ്റ്ലീസ്റ്റ് ഷെയർ ചെയ്യുക എന്നുള്ളത്. കാരണം ഇതുപോലുള്ള സർട്ടിഫിക്കറ്റ്സിൽ ഒബ്വിയസ്ലി ദേ വിൽ ഷോ ഏതൊക്കെ ബോഡീസിൻ്റെ അപ്രൂവലും അക്രഡിഷനും എൻഡോഴ്സ്മെൻറ്റും ഉണ്ട് എന്നുള്ളത്. സോ അറ്റ്ലീസ്റ്റ് അത് കാണുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, യെസ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്, സോ വാല്യുബിൾ ആണ് എന്നുള്ളത്. ഇത് വൺ ഓഫ് ദ പാരാമീറ്ററാണ് നിങ്ങളുടെ കോഴ്സിൻ്റെ വാല്യൂ നോക്കുന്നത്. അതായത് ആ കോഴ്സ് നിങ്ങൾക്ക് നൽകുമ്പോൾ ആ കോഴ്സിന് ഏതൊക്കെ പ്രൊഫഷണൽ ബോഡീസിൻ്റെ എൻഡോഴ്സ്മെൻ്റ് ഉണ്ട്, അക്രഡിഷൻ ഉണ്ട് എന്നൊക്കെയുള്ളത്. പക്ഷേ അതുമാത്രമല്ല ആ കോഴ്സിനെ വാല്യുബിൾ ആക്കുന്നത്, മറിച്ച് ഈ കോഴ്സ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവർ കോഴ്സ് നൽകി അവരെ, അതായത് കുട്ടികളെ കംപ്ലീഷന് ശേഷം ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാമിന് ശേഷം അവർക്ക് സർട്ടിഫിക്കേഷൻ നൽകുന്ന ഒരു പ്രോഗ്രാമൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തൊരു കളർഫുൾ ഇവൻ്റൊക്കെ ആക്കി കുറച്ച് ഗാനമേളയും ഡാൻസുമൊക്കെ വെച്ച് കാര്യത്തിൽ നിർത്തുന്നു. അല്ലെങ്കിൽ അതിന് ശേഷം അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ജോബ് ഇൻ്റർവ്യൂ വരെ എങ്കിലും എത്തിക്കാനുള്ള അവസരം നൽകുന്നു എന്ന് ചോദിക്കും. പലപ്പോഴും അങ്ങനെയുള്ളൊരു അവസരം അവർക്ക് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാറില്ല.
വമ്പൻ നെറ്റ്വർക്കിംഗ് ഒക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. പക്ഷേ എന്നിട്ട് പോലും കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിക്കുന്നു, ഭീമമായ ഫീസാണ്. പക്ഷേ അതിനനുസരിച്ച് കുട്ടികൾക്ക് ജോബിലേക്ക് എത്താനുള്ള ഒരു ലാഡർ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം നൽകുന്നില്ല എന്ന കാര്യവും മനസ്സിലാക്കാൻ പറ്റുന്നു. സോ അഗെയിൻ ഇറ്റ് എഫക്ട്സ് ഇറ്റ്സ് വാല്യൂ. സോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനാണ്. ഇന്ന് ജ്വല്ലറികളെ പ്രൊമോട്ട് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് മാറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവർ നൽകുന്ന കോഴ്സുകളുടെ പ്രൊമോഷനാണ് നടക്കുന്നത്. പൊന്നിന് പൊന്നിൻ്റെ വിലയാണ്. അതുപോലെ തന്നെ ഈ കോഴ്സുകൾക്കും കോഴ്സിൻ്റെ വിലയുണ്ട്, നല്ല വിലയാണ്. പൊന്നിന് വില കൊടുക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ആ ഗോൾഡിൻ്റെ വില എന്നുള്ളത് അത്ര പെട്ടെന്നൊന്നും താഴില്ല എന്നുള്ളത് അതിൻ്റെ ഒരു കോൺഫിഡൻസാണ്. ആ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അകത്തുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ രീതിയിലുള്ള കോഴ്സുകൾ, എഡ്യൂക്കേഷൻ കോഴ്സുകളും അഡ്വർടൈസ്മെൻറ്റ്സിനും മറ്റും കോടികളാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ കമ്പനികൾ. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഈ കോഴ്സുകൾക്ക് കുട്ടികളെ ചേർക്കുമ്പോൾ അവരുടെ രക്ഷിതാക്കൾ, അതായത് ആരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ കുട്ടികൾക്ക് കാശ് കൊടുത്ത്, അവർ പ്രതീക്ഷിക്കും. പക്ഷേ നേരത്തെ പറഞ്ഞ ജ്വല്ലറികൾ നൽകുന്ന ആ ഒരു കോൺഫിഡൻസ് ഈ രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നൽകാൻ പറ്റാറില്ല. എന്തുകൊണ്ട്? ചോദ്യം വളരെ പ്രസക്തമാണ്. സോ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏത് കോഴ്സ് നൽകുകയാണെങ്കിലും ആദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ സർട്ടിഫിക്കേഷൻസിൻ്റെ വാല്യൂ ആണ്. ACCA, CMA, CA പോലുള്ള കോഴ്സുകൾക്ക് ഒബ്വിയസ്ലി നമുക്കറിയാം അതിൻ്റേതായ വാല്യൂ ഉണ്ട്. അതിന് വേറൊരു എൻഡോഴ്സ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ എങ്കിൽ പോലും ഈ കോഴ്സുകൾ പഠിപ്പിച്ചതിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവർക്ക് ജോലി നൽകാനുള്ള അവസരം നൽകുന്നു എന്ന കാര്യം ശ്രദ്ധിക്കണം. അതല്ലാതെ CMA USA സർട്ടിഫിക്കേഷൻ എക്സാമിനേഷൻ പാസ്സായി, ഫ്ലക്സിൽ പേരടിച്ചു, ഫോട്ടോ വെച്ചു, പ്രൊമോഷൻ ചെയ്തു, അത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായി നെക്സ്റ്റ് അഡ്മിഷന് വേണ്ടി കുട്ടികളെ ക്യാൻവാസ് ചെയ്യാൻ ഈ കുട്ടികളെ ഉപയോഗിക്കും, ഇവരുടെ ഫോട്ടോസ് ഉപയോഗിക്കും, ഇവരുടെ കോണ്ടാക്ട്സ് ഉപയോഗിക്കും. പക്ഷേ ഈ കുട്ടികൾക്ക് ഒരു നല്ല ജോലി നൽകാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ തയ്യാറല്ല. എങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ദയവായി എൻകറേജ് ചെയ്യരുത്, അവർക്ക് അഡ്മിഷൻ എടുക്കാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യരുത്. കാരണം ഈ രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഒരു കാരണവശാലും നൽകപ്പെടരുത്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരരുത്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ നൽകുന്ന കോഴ്സിൻ്റെ വാല്യൂ കൊടുക്കണം. കുട്ടികൾക്ക് ജോലി ലഭിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കണം. ACCA സർട്ടിഫിക്കേഷൻ ഉള്ളത് കൊണ്ടോ CMA USA ഉള്ളത് കൊണ്ടോ മാത്രം കുട്ടികൾ രക്ഷപ്പെടില്ല. ഈ സർട്ടിഫിക്കേഷൻസിനൊക്കെ ആനുവൽ ഫീസുണ്ട്. അതായത് മിനിമം 25,000 to 30,000 ഇന്ത്യൻ റുപ്പീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ആ കാശടക്കാനുള്ള ഒരു ജോബെങ്കിലും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൽകണം. ഇത് പറയുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ടീച്ചേഴ്സായിട്ട് ഇവരെ എംപ്ലോയ് ചെയ്യണം എന്നല്ല, മറിച്ച് ഇവരുടെ ഡൊമൈനിൽ ജോലി നൽകാനുള്ള ഒരു സാഹചര്യം ഇവർ സൃഷ്ടിക്കണം. സോ ഇതാണ് ചെറിയൊരു തോട്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുപോലെ അഗ്രസീവായി അഡ്വർടൈസ് ചെയ്യുന്നു, മാർക്കറ്റ് ചെയ്യുന്നു. KSRTC ബസ്സിൻ്റെ പിന്നിലും മുന്നിലും അഡ്വർടൈസ്മെൻറ്റ്സിലും സോഷ്യൽ മീഡിയയിലും പല രീതിയിലുള്ള വ്ളോഗേഴ്സും ഒക്കെ എൻഡോഴ്സ് ചെയ്യുന്നു. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് വരുന്നില്ലെങ്കിൽ വേസ്റ്റാണ്. ദയവായി ഇവരെ ഒരു രീതിയിലും പ്രൊമോട്ട് ചെയ്യരുത്. ചോദിക്കുക, അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ജോലി നേടാനുള്ള ഒരു അവസരം കൂടി നൽകുന്നോ അല്ലേ എന്നുള്ളത് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രയോറിറ്റി നൽകുക. താങ്ക് യു ഫോർ വാച്ചിങ്.